ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. പിറന്നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലേന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ഇടാനായിട്ട് പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ രാവിലെ കടയിലൊക്കെ വന്ന് കുറച്ച് കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു വലിയ ആഘോഷമൊന്നുമില്ല, കേക്കൊന്നും വാങ്ങിച്ചിട്ടില്ല, കേക്കൊന്നും മുറിക്കാതെ എന്നത്തെയും പോലൊരു ദിവസം തന്നെയാണ് എൻ്റെ പിറന്നാൾ ദിവസം എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി കേക്കൊക്കെ കൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്തത് കൊണ്ട് പിന്നെ ആ ഒരു വീഡിയോ ഇടാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. വീഡിയോ ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ചേട്ടനും ചേട്ടത്തിയും മൂത്തേമ്മയും മൂത്തച്ഛനും അവരെ മക്കളും ഒക്കെ ആയിട്ട് വന്ന് എനിക്കൊരു ചെറിയൊരു കേക്കുമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിച്ച്. ഒരു ചെറിയൊരു ഗിഫ്റ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിറന്നാളായിട്ട് കേക്കും ഗിഫ്റ്റും ഒക്കെ കിട്ടുന്നത് ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയല്ലേ ഗൈസ്. എനിക്കും ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു ദിവസം. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ കേക്ക് കിട്ടുമെന്നോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തോ ആ ഒരു ദിവസം എനിക്കായിട്ട് തന്നതുപോലെ എനിക്ക് തോന്നി. പിറന്നാളായിട്ട് ഒരുപാട് പേരാണ് എനിക്ക് വിഷ് ചെയ്തത്. എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് ആൾക്കാരാണ് എനിക്ക് വിഷ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുമെന്നോ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ വീഡിയോ ഇടുമെന്നോ പരിചയമില്ലാത്തവർ പോലും എന്നെ പരിചയപ്പെടുമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. ഇതുവരെ കാണാത്ത ആൾക്കാർ പോലും എന്നെ വിഷ് ചെയ്യുകയും എന്നോട് സംസാരിക്കുകയും എന്നോട് മിണ്ടുകയും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തവരും എന്നെ വിഷ് ചെയ്തവർക്കും എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളായാലും വേദനകളായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ നിറഞ്ഞ ഒരു വർഷമാണെന്ന് പോയത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും സന്തോഷിക്കാൻ ഒരു ദിവസം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം.